ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. ഇന്നത്തെ വീഡിയോയിൽ എൻക്ലെക്സാറിൻ റിലേറ്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പം ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ടിപ്സ് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ കൂടെയാണിത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. The charge nurse in a long-term care facility has been advised that the following assigned clients will be admitted during the shift. ഒരു ചാർജ് നേഴ്സിൻ്റെ ഷിഫ്റ്റിൽ ചാർജ് നേഴ്സിനോട് പറയാണ് താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് ക്ലയൻസ് അഡ്മിറ്റ് ആകുമെന്നത്. ദ ചാർജ് നേഴ്സ് ഷുഡ് അസൈൻ ദ ഓൺലി അവൈലബിൾ പ്രൈവറ്റ് റൂം. അതായത് ഒരു പ്രൈവറ്റ് റൂം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഏത് ക്ലയൻറ്റിനെ വേണം അസൈൻ ചെയ്യാൻ. ഓക്കെ. ഹെപ്പറ്റൈറ്റിസ് സി ഉള്ള ക്ലയൻറ്റിനാണോ ഈ പ്രൈവറ്റ് റൂം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പോസിറ്റീവ് വേരിസെല്ല സോസ്റ്റർ ടൈറ്ററുള്ള പേഷ്യൻറ്റിനാണോ, അല്ലെങ്കിൽ ന്യൂമോണിയ ഉള്ള പേഷ്യൻറ്റിനാണോ, അങ്ങനെ. ഓക്കെ. ഇതിൽ ഏത് പേഷ്യൻറ്റിനെ നമ്മൾ ഈ പ്രൈവറ്റ് റൂമിൽ അലോക്കേറ്റ് ചെയ്യണം, അസൈൻ ചെയ്യണം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുമ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തത്, എയർവേ വഴി ട്രാൻസ്ഫർ ആകുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഡ്രോപ്ലെറ്റ് വഴി ട്രാൻസ്ഫർ ആകുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അതറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കോണ്ടാക്ട് വഴി. ഓക്കെ. സോ എയർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രീത്തിങ്, റെസ്പിറേഷനിലൂടെ ട്രാൻസ്ഫർ ആകുന്ന കണ്ടീഷൻസ് ആണ്. ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്നീസ് ചെയ്യുമ്പോൾ, കോഫ് ചെയ്യുമ്പോഴൊക്കെയുള്ള സലൈവ ഡ്രോപ്ലെറ്റ് വഴി സ്പ്രെഡ് ആകുന്ന കണ്ടീഷൻസ്. കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടച്ചിലൂടെ. ഓക്കെ. ഇനി ഡിസ്ചാർജസ് ഒക്കെ ഉള്ള സിറ്റുവേഷനിൽ അങ്ങനെ ട്രാൻസ്ഫർ ആകുന്ന കണ്ടീഷൻസ് ഉണ്ട്, അതെന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് തിയറിയാണ്, നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. എൻക്ലെക്സാറിന് എല്ലാവരും പഠിക്കുന്നതാണത്. ആൻഡ് ഇൻ കേസ് നിങ്ങൾക്ക് അത് അറിയത്തില്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് പോയി കണ്ടു നോക്കുക. ഓക്കെ. സോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന മറ്റു ക്വസ്റ്റ്യൻ ടൈപ്സ് എന്ന് പറയുന്നത്, ചില സിറ്റുവേഷനിൽ PPE എങ്ങനെ യൂസ് ചെയ്യണം എന്നതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഏത് റൂമിലാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, നെഗറ്റീവ് പ്രഷറുള്ള റൂമിലാണോ, പ്രൈവറ്റ് റൂമിലാണോ, അതോ വാർഡിലാണോ, അങ്ങനെയുള്ള രീതിയിൽ ചോദ്യം വരാറുണ്ട്. ഓക്കെ. ഈ ഇൻഫെക്ഷൻ കൺട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ പ്രൈവറ്റ് റൂം, ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരു പ്രൈവറ്റ് റൂമേ ഉള്ളൂ, അതിൽ ഏത് ഇൻഫെക്ഷസ് പേഷ്യൻറ്റിനെ വേണം നമ്മൾ അലോക്കേറ്റ് ചെയ്യാനായിട്ടെന്നുള്ള രീതിയിൽ വരാം. അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഒരു പേഷ്യൻറ്റിനെ ഇന്നൊരു കാര്യത്തിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാണ്, ആ സമയത്ത് എന്ത് ചെയ്യണം, അങ്ങനെ ഒരു രീതിയിൽ ചോദ്യങ്ങൾ വരാം. അങ്ങനെ ഈ കൊടുത്തിരിക്കുന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പല രീതിയിൽ. അപ്പോൾ ഓരോന്നിനും ഓരോരോ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ എപ്പോഴും സ്റ്റുഡൻസിന് എയർവേ റിലേറ്റഡ് കണ്ടീഷൻസ് ഏതാണെന്ന് അറിയാം, ഡ്രോപ്ലെറ്റ് അറിയാം, കോണ്ടാക്ട് അറിയാം, ഇതെന്താണെന്നും അതിൻ്റെ പ്രിക്കോഷൻസ് അറിയാം. പക്ഷേ എങ്ങനെയാണ് എക്സാമിന് അവർ ചോദിക്കുന്നതെന്നോ എങ്ങനെ നമ്മുടെ ആ നോളജ് അപ്ലൈ ചെയ്യണമെന്നോ പലർക്കും അറിയില്ല. അതാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഇവിടെ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ പ്രൈവറ്റ് റൂം ആർക്കാണ് കൊടുക്കേണ്ടത് എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സോ പ്രൈവറ്റ് റൂം ഒരെണ്ണമേ ഉള്ളൂ, അതിൽ ആരെ അലോക്കേറ്റ് ചെയ്യണം എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് എയർവേ ഇൻഫെക്ഷൻസിനാണ്. അത് കഴിഞ്ഞിട്ട് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻസ്, അതിനുശേഷം കോണ്ടാക്ട്. ഓക്കെ. ഇതാണ് നമ്മളുടെ ഒരു എന്താ പറയുക സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സോ ആദ്യം എയർവേ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക, അത് ചൂസ് ചെയ്തോണം. അങ്ങനെയുള്ള പേഷ്യൻറ്റിനെ പ്രൈവറ്റ് റൂമിലാണ് കിടത്തുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതില്ലെങ്കിൽ എയർവേ നോക്കിയിട്ട് നിങ്ങൾ എയർവേ ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ്, അതും ഇല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ്, ഇത് മൂന്നും ഇല്ലെങ്കിൽ കോണ്ടാക്ട് ചൂസ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരിക്കലും സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് വേണ്ട ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ. ഡു നോട്ട് ചൂസ്, കാരണം പ്രൈവറ്റ് റൂം ആവശ്യമില്ല അവർക്ക്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് വേണ്ട പേഷ്യൻസിന് പ്രൈവറ്റ് റൂം ആവശ്യമില്ല. ഓക്കെ. ഇത്രയും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ. സോ നൗ ഇവിടെ ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ട്, പോസിറ്റീവ് വേരിസെല്ല സോസ്റ്റർ ടൈറ്റർ ഉണ്ട്, ന്യൂമോസിസ്റ്റിസ് ന്യൂമോണിയ ഉണ്ട്, പോസിറ്റീവ് സൈറ്റോമെഗാലോ വൈറസ് ടൈറ്റർ ഉണ്ട്. സോ ഇതിൽ നമുക്ക് കാണുമ്പോഴേ അറിയാം വേരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്നത് ഒരു എയർവേ ഇൻഫെക്ഷൻ ആണ് അല്ലേ, എയർവേ ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ പെട്ടെന്ന് കാണുമ്പം അത് ചൂസ് ചെയ്യും അല്ലേ, രണ്ടാമത്തെ ചൂസ് ചെയ്യും, കാരണം എയർവേ ആയതുകൊണ്ട്. പക്ഷേ എപ്പോഴും ഓർക്കുക, നിങ്ങൾ ഓപ്ഷനിൽ പോസിറ്റീവ് ടൈറ്റർ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഇൻഫെക്ഷൻ ആൾക്കുണ്ടെന്നല്ല. വേരിസെല്ല സോസ്റ്ററിൻ്റെ പോസിറ്റീവ് ടൈറ്റർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിസെല്ല സോസ്റ്റർ എന്ന ഇൻഫെക്ഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ ആൻറ്റിബോഡീസ് ഉണ്ടെന്നാണ്. ഓക്കെ. സോ ഈ പേഷ്യൻ്റെ ബോഡിയിൽ വേരിസെല്ല സോസ്റ്ററിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ഉണ്ട്. ഓക്കെ. സോ വേരിസെല്ല സോസ്റ്റർ ഈ പേഷ്യൻ്റ് ഉണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോസിറ്റീവ് വേരിസെല്ല സോസ്റ്റർ ടൈറ്റർ എന്നുള്ളതും അതുപോലെ തന്നെ ഈ പോസിറ്റീവ് ടൈറ്റർ ഇതും നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ. സോ രണ്ടാമത്തെ ഓപ്ഷനും നാലാമത്തെ ഓപ്ഷനും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ്? പോസിറ്റീവ് ടൈറ്റർ എന്ന് കൊടുത്തത് കൊണ്ടാണ്. കാരണം പോസിറ്റീവ് ടൈറ്റർ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നല്ല, ഇൻഫെക്ഷൻ ഈ ഒരു ഇൻഫെക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ഈ പേഷ്യൻ്റെ ബോഡിയിൽ ഉണ്ടെന്നാണ്. ഓക്കെ. ഇനി നമുക്കുള്ളത് എന്താണ്? ഹെപ്പറ്റൈറ്റിസ് സിയും ന്യൂമോസിസ്റ്റിസ് ന്യൂമോണിയ ആണ്. ഇതിൽ ന്യൂമോണിയ എന്താണ്? ഡ്രോപ്ലെറ്റ് ആണ് അല്ലേ, എയർവേ അല്ല, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് അല്ല, ഡ്രോപ്ലെറ്റ് ആണ്. സോ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാറ്റഗറീസിൽ വരുന്നത് കീമോതെറാപ്പി പേഷ്യൻസ്, അതുപോലെ തന്നെ ന്യൂട്രോപിനിക് പേഷ്യൻസ്, അതുമാത്രമല്ല നമ്മുടെ HIV പേഷ്യൻസ്, ഓക്കെ,
HIV പേഷ്യൻസ്, ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്നവരാണ് ഈ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ കഴിഞ്ഞ പേഷ്യൻ്റ് ഇല്ലേ, റീനൽ ട്രാൻസ്പ്ലാന്റ് അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊന്നും ഈ കാറ്റഗറിയിലില്ല. അപ്പോൾ എയർവേയും ഇല്ല, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡും ഇല്ല. ഹെപ്പറ്റൈറ്റിസ് സി എയർവേ ആണോ? അല്ല. ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആണോ? അല്ല. നിമോണിയ എയർവേ ആണോ? അല്ല. ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആണോ? അല്ല. നിമോണിയ എന്താണ്? ഡ്രോപ്ലെറ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് നിമോണിയ ചൂസ് ചെയ്യാം. എന്താണ് ഹെപ്പറ്റൈറ്റിസ് സി? ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയുന്നത് നമുക്ക് എൻക്ലെക്സ് റിലേറ്റഡ് ആയിട്ട് ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഈ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് കോണ്ടാക്റ്റ് ആണ്. ഓക്കെ, കോണ്ടാക്റ്റ് ആണ്. ബി ആൻഡ് സി എപ്പോഴും ഓർത്തുകൊള്ളുക, സ്റ്റാൻഡേർഡ് പ്രിക്കോഷനിൽ വരുന്നതാണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, സ്റ്റാൻഡേർഡ് പ്രിക്കോഷനിൽ വരുന്ന നിങ്ങൾ പ്രൈവറ്റ് റൂമിൽ അലോക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഹെപ്പറ്റൈറ്റിസ് എ കോണ്ടാക്ട് പ്രിക്കോഷനും ബി ആൻഡ് സി സ്റ്റാൻഡേർഡ് പ്രിക്കോഷനും ആണെന്ന് എപ്പോഴും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് സി എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ ആയതുകൊണ്ട് നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാം. സോ ഇവിടെ നമ്മുടെ ആൻസർ ഏത് വരും? നിമോണിയ വരും. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ യൂസ് ചെയ്ത സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ പ്ലേ ചെയ്ത് കാണുക. നിങ്ങൾക്കത് ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതേ ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിച്ചതുപോലെ അല്ലായിരിക്കും അടുത്ത ക്വസ്റ്റ്യനിൽ വരിക. അപ്പോൾ എൻക്ലെക്സിന് ചോദിക്കുന്ന കുറച്ച് രീതികളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ പ്രൈവറ്റ് റൂം മാത്രമാണെങ്കിൽ എന്താണ് അസൈൻ ചെയ്യേണ്ടത്, അതേപോലെ ഞാൻ പറഞ്ഞില്ലേ PPE, റൂം, ഹൈജീൻ ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരും. അതിനകത്തൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് സ്ട്രാറ്റജീസ് യൂസ് ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എൻക്ലെക്സ് ആർ എൻ പഠിക്കുന്നവർക്ക് കൂടുതൽ ഗൈഡൻസും സപ്പോർട്ടും ക്ലാസ്സസും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.